സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത പ്രോഗ്രാം, നാലാമത്തെ പ്രോഗ്രാം, അതായത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻ്റ് ചെയ്യാനായിട്ടാണ്. നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. ഇപ്പോൾ 5 ആണെങ്കിൽ 5 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അപ് ടു 12, അതായത് 5 into 1 5, 5 into 2 10, 5 into 3 15, അങ്ങനെ 5 into 12 is equal to 60 വരെ പ്രിൻ്റ് ചെയ്യുന്നു. 5 കൊടുത്ത് 5ൻ്റെ ടേബിൾ, 3 കൊടുത്ത് 3ൻ്റെ ടേബിളായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് 4th പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഇതിപ്പം കമ്പൈൽ ചെയ്തു, അതിനെ ബിൽഡ് ചെയ്തു, അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ചോദിക്കും. നമ്പർ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 6 ആണ് കൊടുക്കുന്നതെങ്കിൽ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളായിരിക്കും കാണിക്കുന്നത്. 6 into 1 6, 6 into 2 12, 3 18, അങ്ങനെ 6 into 12 72 വരെ ആയിരിക്കും കാണിക്കുന്നത്. അതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇൻറ്റ് മെയിനൊക്കെ എഴുതി ഹാഷ് ഇൻക്ലൂഡൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ വേണം, നം എന്ന് പറയുന്നത്. പിന്നെ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ ആദ്യമേ 5 into 1 അല്ലെങ്കിൽ 6 into 1 1ലാണ് തുടങ്ങുന്നത്. പിന്നെ 2 3 4 അങ്ങനെ 6 into 12 വരെ. അപ്പോൾ 1 തൊട്ട് 12 വരെയാണ് നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. i is equal to 1 തൊട്ട് 12 വരെ ഓരോ പ്രാവശ്യം ഇൻക്രിമെൻ്റ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ തവണ i is equal to 1 ആണ് എടുക്കുന്നത്. ഇനി ഈ ഒരു ടേബിളിൽ പ്രോഗ്രാമിൽ കൂടി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പ്രിൻ്റ് ചെയ്യുന്ന രീതി തെറ്റിക്കാതെ നോക്കുക. ഫോർ ലൂപ്പ് ഉപയോഗിക്കുക, അതിന് പ്രിൻ്റ് ചെയ്യുന്ന സംഭവം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്താണ് സി ഔട്ട് ചെയ്യേണ്ടത്, എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? ആദ്യമേ വരേണ്ട നമ്മിൻ്റെ വാല്യൂ, അതായത് ഇപ്പം നമ്മൾ 5 ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ 6 ആണ് കൊടുക്കുന്നതെങ്കിൽ ആ 6 ആണ് ആദ്യമേ വരേണ്ടത്. 6 ഇൻറ്റു, അപ്പോൾ ഇൻറ്റു അതേപോലെ വരണം. അതുകൊണ്ടാണ് അത് ഡബിൾ കോട്ട്സിൽ സ്ട്രിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 6 ഇൻറ്റു പിന്നെന്താ വേണ്ടത്? ഐയുടെ വാല്യൂ. അപ്പോൾ അത് ആദ്യത്തെ തവണ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. അടുത്ത തവണ വർക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 2 ആവും, പിന്നെ 3 ആവും, 4 ആവും, അങ്ങനെ 12 വരെ ആവും. അപ്പോൾ ഓരോ തവണ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഈ ഐയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമേ 6 ഇൻറ്റു ഐയുടെ വാല്യൂ, അത് കഴിഞ്ഞിട്ട് എന്താ പറയേണ്ടത്? ഈക്വൽ ടു. അപ്പോൾ ആ ഈക്വൽ ടു ചിഹ്നം അതേപോലെ ഡബിൾ കോട്ട്സിലിട്ട് കൊടുക്കുക. ഈക്വൽ ടു കഴിഞ്ഞിട്ട് എന്ത് വരണം? അവർ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ആൻസറാണ് വരേണ്ടത്. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ കൊടുത്ത നമ്പറും പിന്നെ ഐയുടെ വാല്യൂ. അപ്പോൾ 6 ആണ് കൊടുക്കുന്നതെങ്കിൽ 6 into 1 6. അപ്പോൾ 6 into 1 ഇവിടെ മെസ്സേജ് ആയിട്ട് വരും. ഈക്വൽ ടു കഴിഞ്ഞിട്ട് ആ വാല്യൂ വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നം ഇൻറ്റു ഐ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ലാഷ് എൻ കൊടുക്കുന്ന ന്യൂ ലൈൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാനിതിപ്പോൾ റൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്പർ കൊടുത്തു, 6 കൊടുത്തു. അപ്പോൾ ഈ 6 into 1 6 കഴിഞ്ഞിട്ട് അടുത്ത വരിയിലാണ് 6 into 2 വരുന്നത്. അതിൻ്റെ അടുത്ത വരിയിലാണ് 6 into 3. അപ്പോൾ വരിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഓരോ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്തതിന് ശേഷം അടുത്ത വരി ന്യൂ ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലാഷ് എൻ കൊടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. എന്നിട്ട് ആ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുക, റിട്ടേൺ 0 കൊടുക്കുക, പുറത്ത് വരാം നമുക്ക്. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കിംഗ് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. നമ്മളുടെ ഇപ്പം നം എന്ന് പറഞ്ഞ സംഖ്യ, നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന സംഖ്യ 5 ആണെങ്കിൽ 5ൻ്റെ ടേബിളായിരിക്കും പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ i is equal to 1 തൊട്ട് തുടങ്ങി എവിടം വരെ പോകണം? 12 വരെയാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ i is equal to 1 തൊട്ട് 12 വരെ. അപ്പോൾ ഓരോ തവണ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാനുള്ള മെസ്സേജ്. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. സോ ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മിൻ്റെ വാല്യൂ എത്ര? 5 ഇൻറ്റു, ഈ ഇൻറ്റു അതുപോലെ വരുന്നു. പിന്നെ ഐയുടെ വാല്യൂ 1. ഈക്വൽ ടു അതേപോലെ വരും. ഈക്വൽ ടു നം ഇൻറ്റു ഐ. നം എന്ന് വെച്ചാൽ 5 ഇൻറ്റു 1 5. പിന്നെ ന്യൂ ലൈൻ, അപ്പോൾ അടുത്ത വരിയിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഫോർ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യും. ഇത്തവണ ഐയുടെ വാല്യൂ 2 ആകും. അപ്പോൾ ഇനി 2 ആകുമ്പം ഇത് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നം
എത്ര 5 തന്നെ ഇൻറ്റു, പക്ഷേ ഇത്തവണ ഐയുടെ വാല്യൂ 2i ഇസ് ഈക്വൽ ടു നം ഇൻറ്റു ഐ 5 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ആ 10ൻ്റെ പ്രൊഡക്റ്റ്, ആ 10 പ്രൊഡക്റ്റ് ആയിട്ടുള്ള വാല്യൂ അവിടെ വരുന്നതായിരിക്കും. പിന്നെ ന്യൂലൻ അടുത്ത് 5 ഇൻറ്റു 3 അങ്ങനെ പോയി ലാസ്റ്റ് 12 ആകുന്നവരെ 5 ഇൻറ്റു 12 വരും ഈക്വൽ ടു 60 വരും. അങ്ങനെ അത് ലാസ്റ്റ് 12 കഴിഞ്ഞാൽ പിന്നെ അത് ലൂപ്പ് മുന്നോട്ട് പോകത്തില്ല, കാരണം ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആകും. അപ്പോൾ അത് പുറത്ത് വരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എക്സിറ്റ് അടിച്ച് പോകാം. അത്രയേ ഉള്ളൂ 4th പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു.